ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ കുർത്തിയുടെ കട്ടിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ, സ്റ്റിച്ചിങ്ങും. അപ്പോൾ ഇതൊരു സിമ്പിൾ കുർത്തിയാണ്, ഒരു ലൈനിങ് കുർത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല ഷേപ്പായിട്ട് നിൽക്കും കേട്ടോ. അതൊരു പ്രത്യേക കട്ടിങ്ങിലാണ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്, പക്ഷേ എന്നാലും ഇത് ലൈനിങ് വെച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടുനോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു തുണിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 2.5 മീറ്റർ തുണിയിട്ട് നമുക്ക് ഇത്ര മതിയാവും. ഇതൊരു റയോൺ മെറ്റീരിയലാണ്, ഒരു 2.5 മീറ്റർ ഉണ്ട് ലൈനിങ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്ലെയിൻ തുണിയായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ചൊരു പെയിൻറ്റൊക്കെ ഒന്ന് വരുത്തിയിട്ട്, നമുക്ക് പെയിൻ്റ് അടിക്കാൻ അറിയൊന്നും വേണ്ട, പക്ഷേ അങ്ങനെ അല്ലാത്തൊരു തരം പെയിൻറ്റിങ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വൈറലായിട്ടുള്ളൊരു പെയിൻറ്റിങ് കേട്ടോ. അപ്പോൾ അതെൻ്റെ മോൻ കണ്ടിട്ട് അവനത് ചെയ്തു തന്നതാണ്. അപ്പോൾ അവന് ഇതിപ്പോൾ നമുക്കൊന്നും അറിയണ്ട പെയിൻറ്റ് ചെയ്യാനായിട്ട്, നമുക്കിങ്ങനെ ഒരു ക്യാരി ബാഗ് മാത്രം മതി. അപ്പോൾ ഈ ക്യാരി ബാഗ് വെച്ചിട്ട് നമ്മൾ കുറച്ച് പെയിൻറ്റും ഫാബ്രിക് പെയിൻറ്റും ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ മോനാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര ചെയ്യാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ മോൻ പറഞ്ഞു ചെയ്തു തരാമെന്ന്. അപ്പോൾ ആ പ്ലെയിൻ തുണി നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ ഇതുപോലൊക്കെ കവറൊക്കെ ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് ഇനി അതിലേക്ക് കുറച്ചൊന്ന് വായു ഊതി കയറ്റി നമ്മളിതുപോലെ ഒരു ഇതാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഇതാക്കിയാണിത്, ബൗൾ പോലെയൊക്കെ. എന്നിട്ട് ഇതുപോലെ പെയിൻറ്റ് വെച്ച് ഇതുപോലെയാണ് ചെയ്തെടുത്തത് കേട്ടോ. എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ഭംഗിയെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ ആ തുണിയിലെ ഒരു ഇത് മാറില്ലേ, പ്ലെയിനേക്കാളും ഇതായിട്ട്. അപ്പോൾ അതുപോലെയാണ് മോൻ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഉണക്കിയെടുത്തിട്ട് ഇതുപോലെ ആ തുണി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും ഞാൻ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നയലടിക്കുന്ന തുണിയാണ്. അപ്പോൾ ഈ ഒരു ലൈനിങ് 2.5 മീറ്റർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അത് ഒരു യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ആ ഒരു മെയിൻ ക്ലോത്തിൽ നിന്ന് അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈനിങ് ഉള്ള തുണി 4ആയിട്ട് മടക്കി വയ്ക്കുക. ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകണം, അതിൻ്റെ ഫുൾ ലെങ്ത്തിൽ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിരിക്കുകയാണ്. ഫുൾ ലെങ്ത് എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ 43 ഇഞ്ചാണ് ലൈനിങ്ങിന് എടുക്കുന്നത്. മെയിൻ ക്ലോത്തിന് 45 ഇഞ്ച് ലെങ്ത് എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനവൻ്റെ ലെങ്ത്തിന് അവനവൻ്റെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മളിതിൻ്റെ ഷോൾഡർ എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക. 7 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ എടുക്കുന്നത്. ഞാൻ 7 ഇഞ്ച് തന്നെയാണ് ഞാനിതിൻ്റെ ആം ഹോളും എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ എൻ്റെ ചെസ്റ്റിൻ്റെ 4 ഭാഗം 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലൗൺസും കൂട്ടുന്നുണ്ട്. നമ്മൾ എത്രയാണോ സീം അലൗൺസ് കൊടുക്കുക അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് എടുത്ത് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് വണ്ണത്തിൻ്റെ 4 ഭാഗം 8.75 വരുന്നത് കേട്ടോ. അവിടെ നിന്ന് 2 ഇഞ്ച് സീം അലൗൺസ് കൊടുത്ത് നമ്മൾ കണക്ട് ചെയ്തെടുക്കുക. നമ്മൾ എങ്ങനെയാണോ കുർത്തി ചെയ്യണം അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. മറ്റേ മെയിൻ ക്ലോത്തിലാണ് വ്യത്യാസമുള്ളത്. ഹിപ്പ് എന്ന് പറയുന്നത് ഹിപ്പിൻ്റെ ലെങ്ത് 20 ഇഞ്ചാണ് എടുത്തത്. അവിടുത്തെ വണ്ണം 10.25 വണ്ണത്തിൻ്റെ പകുതി 10.25 എടുത്തിരിക്കുന്നത്. പകുതിയല്ല കേട്ടോ, 4 ഭാഗം. അപ്പോൾ നമ്മളിത് ഇതുപോലെ കണക്ട് ചെയ്തെടുത്ത് കൊടുത്തു കേട്ടോ. നമ്മൾ കണക്ട് ചെയ്തെല്ലാം ഹിപ്പ് വരെ കണക്ട് ചെയ്ത് വരച്ചു. ഇനി നമുക്കിനി അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാതെ ഇതുപോലെ മടക്കിയിട്ട് താഴോട്ട് നോക്കാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇതുപോലെ മടക്കിയിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏറ്റവും ബോട്ടം പാർട്ടിൽ ഞാൻ കൊടുക്കുന്നത് 13 ഇഞ്ചാണ് ഞാൻ കൊടുക്കണത്. അതുപോലെ 1 ഇഞ്ച് സീം അലൗൺസും കൂട്ടി ഇതുപോലെ നമ്മൾ നോർമൽ കുർത്തിക്ക് കട്ട് ചെയ്തെടുക്കണ പോലെ തന്നെ നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ കാണിക്കണില്ല. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇത് ഒരു 4 ഇഞ്ച് ഞാൻ ഇതിൻ്റെ നെക്കിൻ്റെ വിട്ട് എടുക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളൊരു ഷോൾഡർ സ്ലോപ്പ് വരച്ചിട്ടുണ്ടായിരുന്നില്ല, അത് വരച്ചു കൊടുത്തു. ഇനി ആം ഹോളിൻ്റെ പകുതി കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് കോർണറിൽ നിന്ന് കൊടുത്ത് ബാക്ക് ആം ഹോൾ വരയ്ക്കുക. നമ്മൾ കണ്ടോ, അതുപോലെ വരച്ചെടുക്കുക. നമ്മൾ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് വരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഫ്രണ്ട് ആം ഹോൾ. അപ്പോൾ ഞാൻ നോക്കണം ആം ഹോളിൻ്റെ വരുമ്പോൾ എനിക്ക് 8.5 ഇഞ്ച് തന്നെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കറക്റ്റ് അളവ് വരുന്നുണ്ട്. നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ തള്ളി വരച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് ഫ്രണ്ട് ആം ഹോൾ വരച്ചെടുക്കുക. അതുപോലെ വരച്ചെടുക്കണം നിങ്ങൾ കണ്ടോ. ഇപ്പോൾ വരച്ച് കട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വരച്ച് കണ്ടില്ലേ. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ മെയിൻ ക്ലോത്തിലേക്ക് പോവാം. മെയിൻ ക്ലോത്ത് കണ്ടില്ലേ, ഈ ഒരു തുണി. അപ്പോൾ ഈ ഒരു തുണിയിൽ നമ്മൾ യോക്കിൻ്റെ ഭാഗം സെപ്പറേറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. സ്ലിറ്റ് തന്നെ, പക്ഷേ യോക്ക് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാനത് മടക്കാൻ നോക്കുകയാണ് യോക്ക് മുറിക്കാൻ. അപ്പോൾ ഇങ്ങനെ വെച്ച് ഈ ഒരു പൊസിഷനിൽ എനിക്ക് മുറിക്കുമ്പോൾ എൻ്റെ കറക്റ്റ് അളവ് എനിക്ക് കിട്ടില്ല. കാരണം എൻ്റെ ചെസ്റ്റിൻ്റെ 4 ഭാഗം 2 ഇഞ്ച് സീം അലൗൺസ് വേണം. അതെനിക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, തുണിയുടെ പൊസിഷൻ മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, മടക്കി വെച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുക. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ 10 ഇഞ്ചും എൻ്റെ ചെസ്റ്റിന് 10 ഇഞ്ചും 2 ഇഞ്ച് സീം അലൗൺസും കൂട്ടി ആവശ്യത്തിനുള്ള തുണി മാത്രമാണ് ഞാൻ മുറിച്ചെടുത്തത് കേട്ടോ. യോക്കിന് വേണ്ട ഒരു ഭാഗം എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ഇഞ്ച് ഞാൻ മുറിച്ചെടുത്തു.
കണ്ടോ 14 ഇഞ്ച് എനിക്ക് വേണ്ടു. അപ്പോൾ ഞാനത് മുറിച്ചെടുക്കണം. അപ്പോൾ സോറി 14 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടണം. നമ്മളൊരു സീം അലവൻസ് കൊടുക്കണ്ട. അപ്പോൾ 15 ഇഞ്ച്. അപ്പോൾ ഷോൾഡർ നേരത്തെ കൊടുത്ത അതേ അളവ് തന്നെ നമ്മൾ ഷോൾഡറും ആം ഹോളും ചെസ്റ്റും ഒക്കെ അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സീം അലവൻസ് 2 ഇഞ്ച് കൊടുത്തു. അതുപോലെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ ആ ഭാഗം 8.75 തന്നെ. അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്തു. അതെന്തിനാണ്? നമുക്ക് നടുക്കിൽ ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഷേപ്പ് ആവട്ടെ അവിടെ ഒരു ഡാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതിന് ശേഷം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇവിടുന്നാണ് നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അവിടെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ആം ഹോളിൻ്റെ കൊടുത്തല്ലോ അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കുക കേട്ടോ. കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ കൊടുക്കുക. ഇതുപോലെ നമ്മൾ കൊടുത്തെടുക്കുക. ഫ്രണ്ടിലും ഇതുപോലെ ആം ഹോള് കുഴിച്ച് വരച്ചെടുക്കുക കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഈ യോക്ക് പോർഷൻ മുറിച്ചെടുക്കണമെന്ന് മാത്രം. അത് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് നമുക്കിങ്ങനെ വയറിൻ്റെ ആ ഭാഗമൊക്കെ നല്ല ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം. ഇഷ്ടപ്പെട്ടാൽ നമുക്കിതുപോലെ തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ആ ഒരു യോക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ആ സ്കേർട്ടിൻ്റെ ഭാഗം എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തുണി മടക്കി വയ്ക്കുകയാണ്. ബാക്കിയുള്ള തുണി ഇതുപോലെ മടക്കി വെച്ചു കേട്ടോ. ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് തന്നെ മടക്കി വയ്ക്കുക. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് 45 ഇഞ്ചാണല്ലോ എൻ്റെ ലെങ്ത്ത് മെയിൻ ക്ലോത്തിന്. അപ്പോൾ അതിൽ നിന്ന് 15 ഇഞ്ച് ഞാൻ കുറയ്ക്കുമ്പോൾ എനിക്ക് ബാക്കി 30 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. കണ്ടോ? അപ്പം ഞാൻ ഇവിടുന്ന് 30 ഇഞ്ച് ലെങ്ത്തിനുള്ളത് ഞാൻ മുറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 30 ഇഞ്ച് ലെങ്ത്ത് മുറിച്ചെടുത്തു. ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ മുറിച്ചെടുത്താൽ മതി ഈ ഒരു പീസിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളതാണ് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമ്മളത് ഇതുപോലെ. അപ്പോൾ നമുക്ക് അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, സോറി ലൈനിങ് ക്ലോത്ത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് കറക്റ്റ് ഫിറ്റാണ്. നമ്മുടെ ഒന്നും ചെയ്യേണ്ടതില്ല. അതേ തുണി വെക്കുമ്പോൾ ആ വീതി തന്നെ മതി നമുക്ക്. കണ്ടോ? അപ്പോൾ അതിനുള്ള തുണി നമുക്ക് മതി എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അത് കറക്റ്റായിട്ടാണല്ലോ നമ്മൾ ലൈനിങ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളിതേ ഇതുപോലെ വെച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ബാക്കി ഭാഗം വെക്കാനായിട്ടുള്ളത് നമ്മളൊരു 14 ഇഞ്ചിൻ്റെ കുറച്ചിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു 15 ഇഞ്ച് ഇതുപോലെ നമ്മൾ ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഒന്ന് മടക്കി വെക്കുക. ബാക്കി ഭാഗമേ നമുക്ക് വേണ്ടൂ. അത് നമുക്ക് ഈ ക്ലോത്തിൽ നിന്ന് നമുക്ക് എടുക്കാം കേട്ടോ, മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഫോൾഡഡ് സൈഡുകൾ 2ൻ്റെ ഫോൾഡഡ് സൈഡ് ഒരുപോലെ വെക്കണം കേട്ടോ. അതേ കണ്ടോ ഈ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും ഫോൾഡഡ് സൈഡ് ഒരു ഭാഗത്തേക്ക് തന്നെ വരണം. അതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇവിടെ മെയിൻ ക്ലോത്തിന് ഒന്നിനും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റാണ്. ഇവിടെ ലെങ്ത്ത് മാത്രം നമ്മൾ കൂട്ടിയാൽ മതി. എൻ്റെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 43 അവിടെ 45 ഇഞ്ച് ഞാൻ മറ്റേ മെയിൻ ക്ലോത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രം നമ്മൾ വ്യത്യാസം വരുത്തേണ്ടതുള്ളൂ. ബാക്കി അതിൻ്റെ സൈഡിൽ ആ വിഡ്ത്തിനൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേ ലെവലിൽ തന്നെ നമ്മൾ വരച്ചു കൊടുക്കുക. കണ്ടോ? ഞാനിതുപോലെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിന് ലൈനിങ് വെച്ചിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലൈനിങ് വെക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈനിങ് വെച്ചിട്ടാണ് എങ്ങനെയാണെന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈനിങ് നമ്മൾ എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ഫോൾഡായിട്ടല്ലേ ഇരിക്കണം. അവിടെ ഫോൾഡ് വേണ്ട, നമ്മളൊന്ന് അവിടെ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ? അപ്പോൾ 2 ഭാഗങ്ങൾ നമുക്ക് കിട്ടി. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുള്ള 2 പീസ് കിട്ടില്ലേ. ഇനി നമുക്ക് ഇത് രണ്ടും ജോയിൻ ചെയ്യാം. കണ്ടോ? 2 പീസുകൾ നമ്മുടെ ഫ്രണ്ടിൽ ബാക്കിലേക്കുള്ള യോക്ക് പീസും നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ യോക്കിൽ ഡാർട്ട് ഇടാൻ വേണ്ടിയിട്ട് 10 ഇഞ്ചാണ് എൻ്റെ അപ്പെക്സ് പോയിൻ്റ് വരിക കേട്ടോ. അവിടെ നിന്ന് 4 ഇഞ്ച് വിട്ടും. അപ്പോൾ 10 ഇഞ്ചും 4 ഇഞ്ചും പറഞ്ഞ ആ ഒരു പോയിൻ്റാണ് നമ്മുടെ ഡാർട്ടിൻ്റെ ആ പോയിൻ്റ്. അവിടെ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അവിടെ നിന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 1/2 ഇഞ്ച് വീതം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ 1 ഇഞ്ച് കണക്കായല്ലോ, കണ്ടില്ലേ? ആ 1 ഇഞ്ച് അതിൽ പോയിക്കോളൂ കേട്ടോ. ബാക്കി നമ്മുടെ കറക്റ്റ് സീം അലവൻസ് ആയിട്ട് വന്നോളും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഡാർട്ട് ഇട്ട് കൊടുക്കുക. ബാക്കിൽ ഫ്രണ്ടിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും നിങ്ങൾ വരച്ചു കൊടുക്കണം. ഞാനിത് കാണിച്ചില്ല. ഇനി ഇതിൻ്റെ ഫ്രണ്ട് സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ കുഴിച്ച് വരയ്ക്കണം. ബാക്ക് വെട്ടരുത് കേട്ടോ. അപ്പോൾ അതുപോലെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അത് ഫ്രണ്ട് കുഴിച്ച് വെട്ടുക, ബാക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ ഡാർട്ടൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തുണി കുറച്ച് ഫ്ലോ ചെയ്യാണ്. ഇപ്പോൾ കോട്ടൺ ആകുമ്പോൾ കുറച്ചുകൂടി നന്നാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ എടുത്തു കേട്ടോ. ഇതുപോലെ എടുത്തിട്ടാണ് നമ്മൾ രണ്ടും ഇനി അതും ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നല്ല ചീത്തപ്പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ നമ്മൾ ഡാർട്ടിട്ടൊക്കെ ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ നമ്മുടെ സാധാരണ കുർത്തി തന്നെയായില്ലേ. ഇനി അത് നമ്മുടെ ലൈനിങ്ങിലേക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. കണ്ടോ? നമ്മൾ കുഴിച്ച് വരച്ച ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടും ഒരുമിച്ച് വെച്ച് തയ്ച്ചു കൊണ്ടുവന്നു. നമ്മൾ ലൈനിങ് ആണല്ലോ, സോറി, ക്യാൻവാസിലാണല്ലോ നെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ ഒരുമിച്ച് വെച്ച് തയ്ച്ചു കൊണ്ടുവന്നു. ഇനി നമുക്ക് ക്യാൻവാസിൽ അതിൻ്റെ നെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നെക്ക് എടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഒരു ആലിലെ പോലത്തെ ഒരു ഷേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇതിൽ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇതിനനുസരിച്ചുള്ള നെക്ക് എടുക്കുക. ഞാനിതിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ചീത്ത പുറത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് എൻ്റെ പാൻറ്റിൻ്റെ പീസ് ആയതുകൊണ്ട് പാൻറ്റിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ചീത്ത പുറത്ത് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് ആ ഒരു പീസ് വരുന്ന രൂപത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് നമ്മൾ ക്യാൻവാസിൽ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് അത് ഫ്രണ്ടിലോട്ട് മറച്ചിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ബാക്കിലോട്ട് മറിക്കുന്നവരുടെ ഫ്രണ്ടിലോട്ട് ഇതുപോലെ മറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ആ നെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതിലത് കാണിക്കില്ല ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്യുക. ഇനി ഞാൻ പുറത്തൊരു ലോങ് സ്റ്റിച്ച്, ഒരു വെള്ള ലോങ് സ്റ്റിച്ച് കൊടുത്തില്ല, അത് ഞാൻ അഴിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു നൂല് വെച്ചിട്ട് ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ ലോങ് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് അയൺ ചെയ്തുകൊണ്ടൊന്ന് ഇനി അതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കൊണ്ടുവന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു നെക്ക് തന്നെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തുകൊണ്ട് വരാം. ഇനി ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പഫ് സ്ലീവാണ് കൊടുക്കണത്. ഇതുപോലത്തെ സ്ലീവ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സ്ലീവിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ ഒരു സാധാരണ ഞാൻ പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മുടെ സാധാരണ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. 11 ഇഞ്ച് ലെങ്ത്തും ഉണ്ട്. അതുപോലെ എൻ്റെ ആം ഹോൾഡർ റൗണ്ട് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അതുപോലെ എൻ്റെ ക്യാപ്പ് ഹൈറ്റ് വരുന്നത് ഒരു 3.5 ഇഞ്ച് എനിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ലീവാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ് ഓപ്പൺ എന്ന് പറയുന്നത് 6 ഇഞ്ച് വരും. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചു. അതിന് ശേഷം താഴോട്ട് ഒരു എക്സ്ട്രാ ഒരു 5 ഇഞ്ച് ഒരു ഭാഗത്തുനിന്ന് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ആ ഒരു ഭാഗം, ആ ഒരു എക്സ്ട്രാ 5 ഇഞ്ചാണ് നമുക്ക് അതിൻ്റെ പഫ് ചെയ്യാൻ കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുമ്പ് ഈ ഒരു ഭാഗത്ത് കൂടി പറയാം. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണ്ട, അല്ലെങ്കിൽ അവിടെ കറക്റ്റായി വരില്ല കേട്ടോ നമുക്ക് ആ ഒരു ഭാഗം. അപ്പോൾ അതൊന്ന് ചെരിച്ച് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയോളൂ അത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അതിനെ ആ നൂലൊന്ന് വലിച്ച് നമ്മൾ ആവശ്യത്തിനുള്ള പഫ് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ ആ പ്ലീറ്റ്സ് കണ്ടില്ലേ, ഇതുപോലെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ആ ഒരു ആം ഹോൾഡർ റൗണ്ട് വരണം നോക്കുക സ്ലീവിൻ്റെ. അപ്പോൾ എനിക്ക് ഒരു 8.5 വരണം. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 4 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ചീത്ത പുറത്തുനിന്ന് വെച്ചിട്ട് തയ്ച്ചിട്ട് ഫ്രണ്ടിലൂടെ മറച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് മുമ്പ് വീഡിയോ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ വരും കേട്ടോ അതിൻ്റെ സ്ലീവ്. അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തു. നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. വേണ്ട, ആ ഒരു ഭാഗം കണ്ടില്ലേ, ആ ഒരു ഭാഗം വരുമ്പോഴാണ് നമുക്കത് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഭാഗം നല്ല ഒതുങ്ങി നിൽക്കുക കേട്ടോ. പിന്നെ അതിന് നല്ലൊരു ഡാർട്ട് ഇട്ട് കൊടുക്കണ്ടല്ലോ, അപ്പോൾ നല്ല ഷേപ്പായിട്ട് നിന്നോളും. അപ്പോൾ ഒരു വലിച്ചലൊക്കെ ഉണ്ടാവില്ല. മറ്റതും നമ്മളവിടെ ഇതിടാണ്ടാവുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തൊരു വലിച്ചൽ പോലെ വരാം. എനിക്ക് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കവിടെ നല്ല ഷേപ്പിൽ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ സ്ലിറ്റ് ഇടുന്ന പോലെ തന്നെ സ്ലിറ്റ് ഇടുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവരത് കണ്ടുനോക്കിയോളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഷോളാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾ അതിന് മാച്ചൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചാണ്. അപ്പോൾ ആ ഒരു പാൻറ്റിൻ്റെ കളറാണ് അതിൻ്റെ നെക്കിനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെറും വില കുറഞ്ഞ തുണി കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് ലൈനിങ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.